നമസ്കാരം. നമ്മുടെ ഇവിടെ ഓണമാണെങ്കിലും ശരി, ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, വിഷു തുടങ്ങിയ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ തലേ ദിവസം കേരളത്തിലെ നഗരങ്ങളിലൊക്കെ ധാരാളം തിരക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ അത്തരം തിരക്കിനെ നമുക്ക് ഇത്തവണത്തെ ക്രിസ്മസിൻ്റെ തിരക്കിനെ നമുക്ക് വീഡിയോ ചിത്രീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാം എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്മസിൻ്റെ തലേന്ന് ഞാൻ കോട്ടയം നഗരം ഒന്ന് ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ വിശേഷപ്പെട്ട ദിവസങ്ങളുടെ തലേന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരം സ്തംഭിക്കുന്നതാണ് പതിവ്. ഇന്ന് വരെയുള്ള ചരിത്രം അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നു. കാരണം വാഹനങ്ങൾ, പൊതുജനങ്ങൾ, കടകമ്പോളങ്ങളൊക്കെ ധാരാളം ജനങ്ങൾ കയറി ഇറങ്ങി നിറഞ്ഞ് കവിയുന്ന ഒരു വിഷ്വൽസ് ആണ് സാധാരണ ഞാൻ ഇന്ന് വരെ കണ്ടിരിക്കുന്നത്. എന്നാൽ അത് ചിത്രീകരിക്കാമെന്ന് കരുതി ഞാൻ ഇത്തവണ ക്രിസ്മസിൻ്റെ തലേന്ന് കോട്ടയം നഗരം ചിത്രീകരിക്കാൻ പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിത്രീകരിച്ചില്ല. നിരാശപ്പെട്ട് ഞാനങ്ങ് പോരുകയായിരുന്നു. കാരണം യാതൊരു തിരക്കോ അല്ലെങ്കിൽ ക്രൗഡോ വാഹനങ്ങളുടെ ബഹളവോ എന്ന് വേണ്ട യാതൊന്നുമില്ല. കടകമ്പോളങ്ങളൊക്കെ സാധാരണ ഒരു ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ വ്യാപാരങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും പോലും വ്യാപാരമില്ലാതെ, അതായത് സാധാരണ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് പൊതുവെ വ്യാപാരം മടുപ്പുള്ള ദിവസം. അത്തരം ഒരു ദിവസമായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അത് കാരണം ഞാൻ ചിത്രീകരിച്ചില്ല. എന്നാൽ ഈ സമയം കോട്ടയത്ത് ആരംഭിച്ചിരിക്കുന്ന ലൂലുവിൻ്റെ പരിസരത്ത് പോലും നമുക്ക് അടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ വാഹന ബ്ലോക്കും ഭയങ്കര ജനത്തിരക്കുമായിരുന്നു. എന്നാൽ ഈ അടുത്ത ദിവസം, അതായത് 4-ാം തീയതി, ഈ കാലയളവിൽ റിലയൻസ് എന്നും പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്. അതും കോട്ടയത്ത് 2 എണ്ണമുണ്ട്. ആ 2 പ്രസ്ഥാനങ്ങളിലും ശരാശരി ഈ രാവിലെ ഒരു 12 മണിക്ക് മുമ്പ് ചെന്നാൽ മാത്രമേ ഉള്ളൂ വലിയ തിരക്ക് ഇല്ലാതെ നമുക്ക് സാധനം മേടിച്ച് പോരാൻ പറ്റുള്ളൂ. 12 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരക്കങ്ങ് തുടങ്ങിയാൽ പിന്നെ രാത്രി 10-11 മണി വരെ ഭയങ്കര തിരക്കാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ കഴിഞ്ഞ 4-ാം തീയതി, അത് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിയോടുകൂടി ഞാൻ ഇച്ചിരി സാധനം മേടിക്കാനായിട്ട് റിലയൻസിൽ പോയി. അവിടെ ചെന്നപ്പോഴും ഈ പറയുന്ന തിരക്കും ബഹളവും യാതൊന്നുമില്ല. സാധാരണ ഈ ഉച്ചയ്ക്ക് മുമ്പുള്ള തിരക്ക്, അതായത് രാവിലെ 10 മണി നേരത്ത് ആ കടയിൽ എന്ത് തിരക്കാണോ സാധാരണ ഉണ്ടാകാറ്, ആ ഒരു തിരക്ക് മാത്രമേ ഞാൻ അവിടെ അനുഭവപ്പെട്ടുള്ളൂ. ഞാൻ ഒട്ടും മടിച്ചില്ല. ഞാൻ ആ സാധനം മേടിച്ച് വെച്ച് നേരെ ഞാൻ ലൂലുവിൻ്റെ അങ്ങോട്ട് ചെന്ന് നോക്കി. അങ്ങോട്ട് ചെന്നപ്പം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര ഗതാഗതക്കുരുക്കും ജനത്തിരക്കും ഭയങ്കരം. മൊത്തത്തിൽ റിലയൻസ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് വ്യാപാരം പുറകോട്ട് പോയി. റിലയൻസിന് തന്നെ പുറകോട്ട് പോകണമെങ്കിൽ പിന്നെ ചെറിയ പ്രസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ലൂലു എന്ന ഈ ഒരു മഹാപ്രസ്ഥാനം വന്നതുകൊണ്ടാണെന്നാണ് ആയിരിക്കാം ഇത്തരം ഒരു മാറ്റങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വരും ദിനങ്ങളും കൂടി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ഇത് എങ്ങനെ ആയിത്തീരും എന്ന്. കാരണം ഏതൊരു പ്രസ്ഥാനവും തുടക്കത്തിൽ പൊതുവേ നല്ല ഒരു തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പച്ച മലയാളത്തിൽ പറയുന്ന പോലെ പുത്തനച്ചി ഓടി ഓടി പരപ്പറന്ന് പൂക്കുമെന്ന് പറഞ്ഞ പോലെ ആദ്യമൊരു വൻ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആണോ അതോ മറ്റ് നിരന്തരമായുള്ള ഒരു വ്യാപാര ശൈലി തന്നെയാണോ എന്നതൊക്കെ നമുക്ക് ഇനി വരും ദിനങ്ങളിൽ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വ്യാപാരികൾക്ക് അതിൻ്റെതായ ഒരു
ബുദ്ധിമുട്ടുണ്ടായി കാണുമെന്നാണ്. കാരണം അവർക്ക് ഓണം, ക്രിസ്മസ്, വിഷു ഇങ്ങനെയുള്ള സമയങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു കണക്കുകൂട്ടലുണ്ട്. ഇത്രയും ശരാശരി നമുക്ക് കച്ചവടം നടക്കാറുണ്ട്, ഇത്രയും നടക്കും എന്നൊക്കെ ഒരു ശരാശരി ഒരു കണക്കുകൂട്ടലുണ്ട്. പക്ഷേ ഇക്കുറി കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയാവണമെന്നില്ല. ഞാനിതുവരെ കണ്ടിരിക്കുന്ന ഒരു അടിസ്ഥാനത്തെ വിലയിരുത്തിയാണ് എൻ്റെ ഈ പ്രവചനം. ഇത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂടി അറിയിക്കണം എന്നെനിക്ക് തോന്നി. വളരെ തിരക്ക് പിടിച്ച സമയങ്ങളായതുകൊണ്ടാണ് എനിക്ക് ഇത് അറിയിക്കാൻ വൈകിയത്. എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർ പരിപാടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.